നീളനാഗക്കളങ്ങളും പുള്ളുവൻ പാട്ടും സർപ്പം തുള്ളലുമെല്ലാം സാംസ്കാരിക കേരളത്തിന്റെ ആത്മാവിൽ ഉറഞ്ഞുപോയവയാണ്. വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഇഴുകിച്ചേർന്ന ഇത്തരം വിശ്വാസങ്ങളൊക്കെ അവരുടെ രക്ഷ തന്നെയാണ്. അതായത് സർപ്പങ്ങൾ രക്ഷകരാണ്, പ്രത്യക്ഷ ദൈവങ്ങളാണ്. അത് വിശ്വാസികളുടെ വിശ്വാസം. പക്ഷെ ഈ സർപ്പങ്ങൾ ഒരാളുടെ ജീവിതഗതി തന്നെ മാറ്റിമറിച്ചാൽ അതും ഒരു സ്ത്രീയുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും സർപ്പങ്ങൾ ആടിത്തിമിർത്ത ഒരു കഥയാണിത്. ആറാട്ടുപുഴ എന്ന കടലോര ഗ്രാമത്തിലെ ഒരു 7 വയസ്സുകാരി പെൺകുട്ടി ചന്ദ്രിക കളിച്ചും ചിരിച്ചും കൊഞ്ചിക്കുഴഞ്ഞും നടന്നിരുന്ന അവളുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് ചില സംഭവങ്ങൾ അരങ്ങേറിയത്. ചന്ദ്രികയ്ക്ക് ആദ്യമായി സർപ്പദംശനമേറ്റു. ചന്ദ്രിക എന്നുള്ള സമയത്തും എന്നെ പാമ്പ് പിടിക്കാൻ ഭാവിച്ചിട്ടുണ്ട്. 7ാമത്തെ വയസ്സിലാണ്. ഈ 7 വയസ്സിൽ പാമ്പ് പിടിക്കാൻ ഭാവിച്ചത് അന്നറിയത്തില്ലായിരുന്നു പാമ്പാണോ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്ന് രാത്രിയിൽ എനിക്ക് അബോധാവസ്ഥ വന്ന് എന്താണെന്നറിയാൻ വിഷകാരുടെ അടുത്ത് ചെന്നപ്പോൾ പാമ്പ് കടിച്ചു അന്ന് ആദ്യമായിട്ട് അറിയുന്നത് അങ്ങനെയാണ്. ആ ചികിത്സയെല്ലാം കഴിഞ്ഞ് അങ്ങനെ തുടരെ 5 മാസം 6 മാസം 1 വർഷമൊക്കെ ഇരിക്കും പാമ്പ് കടിക്കാൻ ഭാവിച്ചു. പാമ്പ് കടിക്കുന്നത് എന്താണെന്നെല്ലാം പ്രശ്നം വെച്ച് നോക്കിയിട്ടും ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ 9ാമത്തെ കടിക്ക് SLCക്ക് എഴുതാൻ പോകുന്ന സമയത്താണ് ഓടിച്ച് കടിക്കുന്നത്. അതിൻ്റെ പല്ല് ഈ കാലയിൽ അടയാളമുണ്ട്. ജീവിതത്തെക്കുറിച്ച് അനേകം സ്വപ്നങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് നടന്നിരുന്ന അവളുടെ സ്വപ്നങ്ങളുടെ നിറം മങ്ങിത്തുടങ്ങിയ ദിവസങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ദുഃഖമായിരുന്നു. അന്നത്തിനോ വസ്ത്രത്തിനോ അമ്മയ്ക്ക് ദുഃഖം വന്നിട്ടില്ല. കിടന്ന് ഉറങ്ങാനൊരു സൗകര്യമില്ലാതെ, കാരണം കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം പാമ്പ് കയറി വരും. അപ്പം വീടുകളിങ്ങനെ വിറ്റ് തുച്ഛമായ വിലയ്ക്ക് വീടുകൾ വിറ്റ് അന്യമക്കളുടെ കുടുംബത്തിലും അമ്മ താമസിച്ചു. പാമ്പിനെ ആ കൂട്ടത്തിലാണ് പാമ്പിനെ പേടിച്ചാണ് അമ്മ ദൈവത്തെ വിളിക്കാൻ ഭാവിച്ചത്. അല്ലാതെ പ്രശ്നം പറയാനോ ഇങ്ങനെയൊക്കെ ഇരിക്കാനോ ഒന്നും അമ്മ ആഗ്രഹിച്ചിട്ടില്ല. സർപ്പദംശനം പിന്നെയും ആവർത്തിക്കാൻ തുടങ്ങി 22 തവണ. പിന്നെയും തുടരെ ഇങ്ങനെ കടിക്കാൻ ഭാവിച്ചു. വെട്ടിക്കോട്ടി ഇന്ന് ഭജന വരുന്നു. വെട്ടിക്കോട്ടി ഇല്ലത്തിൽ ഭജന വരുന്നു കഴിഞ്ഞ് അവിടെയും വന്ന് കടിച്ചു. ചന്ദ്രികയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ചന്ദ്രികയെ വല്ലാതെ വേദനിപ്പിച്ചു. പിന്നെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ഒരു മാന്ത്രികനായിരുന്നു. കടിച്ച പാമ്പിനെ വരുത്തി വിഷമുറക്കുന്ന ആളാണ്. അപ്പോൾ അതിവിടെ ഉണ്ട്, അപ്പുറത്തൊരു കാവ. ഇപ്പോൾ അവിടെ കഷായ ആശുപത്രിയാണ് ഉള്ളത്. കടിച്ച പാമ്പിനെ വരുത്തി വിഷമുറക്കും. എന്നിട്ട് ആ പാമ്പ് തലയടിച്ച് അവിടെ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലേ കൂലി കിട്ടത്തുള്ളൂ. അപ്പം ആ അമ്മയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അതുകൊണ്ടാവണം ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ശാപം കൊണ്ടാവണം ഈ പാമ്പ് കടി തുടങ്ങിയെന്ന എൻ്റെ ഇത്. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ അമ്മ പറയാൻ ഭാവിച്ച്. അന്ന് ട്രസ്റ്റ് ഒന്നും ആയിട്ടില്ല, ചെറുപ്പത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ പറയാൻ എനിക്കറിയാം. അത് എങ്ങനെയാണെന്നോ ഏത് തരത്തിലാണെന്നോ എനിക്കറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. ഒരാളെ കണ്ടാൽ അത് ഇന്നതാണെന്ന് പറയാൻ അപ്പോഴും ആ ചെറുപ്പകാലത്തും അമ്മയ്ക്കറിയാം. അത് പ്രശ്നം പറച്ചിലാണെന്നും വീട്ടുകാർക്കോ ആർക്കും അറിയത്തില്ല. അങ്ങനെ കഴിഞ്ഞ് 12 വർഷം, ഒരു 11-12 വർഷം കഴിഞ്ഞപ്പോൾ ദർശനത്തിൻ്റെ അതൊരു സ്വാമി മുഖേനയാണ് എന്നിൽ ഇതുണ്ട് എന്നറിയുന്നത്. അദ്ദേഹം മരിച്ചുപോയി, ഒരു ഗുരുവാണത്. നാമജപവും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോയ ബാലികയ്ക്ക് ആധ്യാത്മിക ആവേശമുണ്ടായി. കുടുംബദേവതയായ മലയാലപ്പുഴ ശ്രീഭദ്രകാളിയിൽ ആ പെൺകുട്ടി ശരണാഗതി അടങ്ങി. ഈ അമ്മയുടെ ഈ അനുഗ്രഹം വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞ് ഞാൻ മലയാലപ്പുഴ ദേവിയാണ്, എനിക്കൊരു ക്ഷേത്രം ഉണ്ടാക്കണം, എനിക്കിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി തൊട്ട് പാമ്പ് കടിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നാൽ ഓരോ കാര്യങ്ങൾ പറയാൻ ഭാവിച്ചു. അങ്ങനെ ഒരാളായി 2 ആളായി 3 ആയി നാട്ടുകാരിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ഭാവിച്ചു. ഒരു ദിവസം അമ്മ ഇങ്ങനെ ഭയങ്കര തുള്ളലും പിന്നെ ഒച്ചയൊക്കെ വെച്ചിട്ട് കൂവിയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് എന്തത്, അപ്പോൾ ഒരു അനുഗ്രഹമൊക്കെ പോലെ ഇങ്ങനെ വരികയും അങ്ങനെ പറഞ്ഞ് ഞാനിതുപോലെ ഈ മലയാലപ്പുഴ എന്ന് പറയുന്നത് ഇവിടെ പത്തനംതിട്ടയുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു രീതി മുഖത്തും
അമ്മയുടെ പിന്നെ ഒരു നമ്മൾ ഈ തുള്ളലിലെ കണ്ടിട്ടില്ലേ നമ്മളിലെ പിന്നെ കാവിലൊക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ എഴുതിയിട്ട് തുള്ളുന്നതൊക്കെ അല്ലേ, അതേമാതിരിയുള്ള ഒരു തുള്ളലും ഒരലറക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ, അതൊക്കെ നമ്മളേറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പേടിച്ചു മാറി നിൽക്കുമായിരുന്നു. ഇതിനിടയിൽ പലതവണ നാഗദംശനം ഉണ്ടായി. അത് ചന്ദ്രികയെ വല്ലാതെ തളർത്തി. ഭയചിന്ത അമിതമായതോടെ കാളീദേവിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥനകളുമായി ദിനങ്ങൾ കഴിച്ചുകൂട്ടി. ഒടുവിൽ കാളീ ദർശനമുണ്ടായി. ദേവിയുടെ വസിപ്പുണ്ടെന്ന് പറയുന്നത്, അമ്മയിൽ ദേവിയുടെ വസിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചായ കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടു തന്നു, ഞാൻ കുടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മയിൽ ഒരാൾ വസിപ്പുണ്ട്, ഇന്ന് രാത്രി വിളക്ക് കത്തിച്ചിട്ട് അമ്മയൊന്ന് വിളിക്കണം അമ്മയെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ അന്ന് തന്നെ വിളക്ക് കത്തിച്ചെല്ലാം വിളിച്ചു. എന്തോ എനിക്കറിയത്തില്ല മോനെ, അപ്പോഴെനിക്കൊരു എന്തോ ഒരു അനുഭൂതി ഉണ്ടായി. ആധ്യാത്മിക ചിന്ത വളരുന്നതിനൊപ്പം ചന്ദ്രികയും വളർന്നു. നാഗഭയമില്ലാതായി. ഒടുവിൽ ചന്ദ്രികയിൽ അന്തർലീനമായിരുന്ന കഴിവുകൾ എല്ലാവരും തിരിച്ചറിഞ്ഞു. ആദ്യമായിട്ട് ഒരു മോൻ അമ്മയോട് വന്ന് ചോദിച്ചു, ഇവിടെ അടുത്തുള്ള ഒരു മോനാണ്, അമ്മ ഞാൻ എന്ത് ജാതിയാണെന്ന് അമ്മയ്ക്ക് പറയാമോ എന്ന് ചോദിച്ചു. ആ മോനെ അറിയാമെങ്കിലും ജാതിയുടെ പറയാൻ അന്നേരം അമ്മ പറഞ്ഞത്, നിൻ്റെ ജാതി പറയാൻ പറ്റത്തില്ല, കാരണം 4 ജാതി വഴിയാണ് മോൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത് പുള്ളിക്ക് അങ്ങ് ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. അത് കഴിഞ്ഞിട്ട് ഈ മോനാണ് നാട്ടിലെല്ലാം പറഞ്ഞത്, ഇവിടെ അങ്ങും ആരും അറിയാത്ത കാര്യം അമ്മ പറഞ്ഞേന്ന്. അങ്ങനെ ഇവിടെ അടുത്തൊരു മോട്ടോർ മോഷണം പോയി. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ അവരമ്മയുടെ അടുത്ത് വന്നു. ഇവിടെ അടുത്ത് തന്നെ മോട്ടോർ മോഷണം പോയപ്പം ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. നീണ്ടാരും ഒരു വീട്ടിൽ ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ റോഡിൻ്റെ വടക്കേ സൈഡിൽ ആ വീട്ടിലിരിപ്പുണ്ട്. ചൂനാട്ടിൽ നിന്ന് പോലീസുകാരെയും കൊണ്ട് എല്ലാം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അമ്മ ഇത് പോലീസുകാരെ വിളിച്ചാൽ ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞു സത്യമാണ്. അങ്ങനെ അവരവിടെ ചെന്ന് അത് എടുത്തു മേടിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു വിശ്വാസമായി. അങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് ഒരു 5.5 പവൻ്റെ മാല മോഷണം പോയി അടൂരുള്ളൊരു മുസ്ലിം മോൻ്റെ, ആ മോൻ തേടി പിടിച്ചിവിടെ വന്നു. ഇപ്പോഴമ്മ പറഞ്ഞു കിട്ടും മോനെ 3 ദിവസത്തിനുള്ളിലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാധനം കിട്ടി. അവരുടെ ബന്ധുക്കൾ തന്നെ അത് അമ്മ പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ അറിഞ്ഞ് ഇങ്ങനെ വരുന്നത്. എനിക്ക് 15 വയസ്സുള്ള ആ സമയത്ത് നിരവധി ആൾക്കാരായിരുന്നു അമ്മയെ കാണാൻ വരുന്നത്. അപ്പം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അങ്ങനെയൊക്കെയുള്ളൊരു പരിഹാരക്രിയകളും അതും ഇതുമൊക്കെ ഉണ്ട്. അന്നും അമ്മ സാമ്പത്തികം നോക്കിയിട്ടില്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയ വീടാണത്. അമ്മ ഈ അനുഗ്രഹത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ വീടല്ല, അതിന് മുമ്പേ ഉണ്ടാക്കിയ വീടാണ്. അതിനകത്തൊന്നും സമ്പാദിച്ചിട്ടില്ലെന്നുള്ളതാണ്. സ്വപ്ന ദർശനങ്ങളിലൂടെ മന്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളും സ്വായത്തമാക്കി. ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചതുമല്ല ഒരു ഹോമങ്ങളും. ഇതെല്ലാം സ്വപ്ന ദർശനത്തിലൂടെ അമ്മയ്ക്ക് വന്നു ചേർന്ന ആ മന്ത്രങ്ങളും ഇതെല്ലാം ചെയ്യാനുള്ള കഴിവുകളും ഒക്കെ ദേവീദേവന്മാർ അമ്മയുടെ ഉറക്കത്തിൽ സ്വപ്ന ദർശനത്തിലൂടെ വന്ന് വിദ്യ നൽകിയെന്ന അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏത് പൂജയും ചെയ്യാൻ ചണ്ഡിയ ഹോമം അറിയാം, ശ്രീചക്ര ഹോമം അറിയാം, സുദർശന ഹോമം അറിയാം, ത്രിപുരസുന്ദരി യന്ത്രം അതറിയാം, അങ്ങനെ എല്ലാ ഗണപതി ഹോമം അറിയാം, മഹാലക്ഷ്മി പൂജ അറിയാം, എല്ലാ പൂജയും അറിയാം. എൻ്റെ മുരുകൻ പഠിപ്പിച്ചതാണ്. ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? മുരുകൻ സാക്ഷാൽ മുരുകൻ. അമ്മയുടെ ആത്മീയബന്ധം വന്നിട്ട് 23 വർഷം കഴിഞ്ഞു. 2001 ഞാൻ അമ്മയുടെ അടുത്ത് ആദ്യമായി എത്തുന്നത്. അപ്പം ഞാനൊരു ഭൗതികനായിരുന്നുവെങ്കിലും ഉള്ളിലൊരു സത്യാന്വേഷണ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയെന്ന് കാണാനും പ്രശ്നം പറയുന്ന ആളാണെന്ന് കേട്ടറിവുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടിട്ട് അമ്മ എന്ത് പ്രതികരിക്കും എന്നറിയാനുള്ള ജിജ്ഞാസ വന്നാൽ ഞാൻ. അപ്പോൾ അമ്മയുടെ സാന്ത്വനം എന്നെ വളരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഏത് പ്രശ്നവും പറയുമ്പോഴും എല്ലാ മനുഷ്യരെയും ഏകദേശം സ്വാന്തനിപ്പിച്ച് വിടാനുള്ള പ്രത്യേക കഴിവ് ഈ അമ്മയ്ക്ക് അന്തർലീനമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ നടന്നു ചന്ദ്രികയുടെ ജീവിതത്തിൽ. പക്ഷെ ഞാൻ വിളിച്ചാൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അത് സത്യം. അതുപോലെയാണ് നാഗം. ഇപ്പം മക്കൾ വരുന്നതിന് മുമ്പേ ഒരാഴ്ചയ്ക്ക് മുമ്പേ നാഗം എൻ്റെ വീട്ടിൽ വന്നു. രാത്രി ഒരു 9 മണി അമ്പലമെല്ലാം അടച്ചിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ
പെരയ്ക്കകത്തോട്ട് നോക്കിയപ്പം ആ മുകളിൽ കിടക്കുന്ന റൂമിനകത്ത് ഒരെണ്ണം ഇങ്ങനെ വളഞ്ഞിട്ട് വാലയെ കുത്തി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അതിനകത്തുനിന്ന് വിളിച്ചു, ദർശനമളെ ഓടി വഴിതാണ്ട് ഒരാൾ നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വന്നപ്പോഴേ ഇവർക്ക് പേടിയായി. എനിക്കും ഭയമുണ്ട്, പേടിയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓടി വന്ന് ഓടിച്ചിട്ട് അതെന്ത് ചെയ്തു, അലമാരിയിലോട്ട് കയറി അങ്ങിരുന്നു. സാധാ അലമാരിയല്ല, അതത്തെ ആ അലമാരിലോട്ട് കയറി അങ്ങ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഓടിക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും ഒക്കത്തില്ല. രാത്രി 10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു പാത്രം എടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അത് ഇവർക്ക് പേടി. ഞാൻ പറഞ്ഞു ഞാൻ അടച്ചു വെക്കാം, ദോഷം വരുന്നത് എനിക്ക് വരട്ടെ. അപ്പോൾ ദ്വാരമുണ്ട്, പണി കടിയിരിക്കുന്ന സാധനം വരികയോ അത് ജീവിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തു വെച്ച് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു എന്തോ വിശേഷം ഇവിടെ നടക്കാൻ പോകുന്നല്ല, കയറി വന്നല്ലോ, എന്തുവാന്ന് ആർക്കറിയാം. ആധ്യാത്മിക സാധകരും സന്യാസികളും ചന്ദ്രികയെ കാണാൻ എത്തി തുടങ്ങി. നിരാലംബരായ അനേകം പേർക്ക് അമ്മ സാന്ത്വനമായി. സുഖിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവിതവും സന്തോഷമായിട്ട് ജീവിച്ചു വന്നാൽ ദുഃഖമുള്ളവരെ അറിയാൻ പറ്റത്തില്ല. ഇത്രയും ദുഃഖം അമ്മയെ അറിഞ്ഞതുകൊണ്ട് ഈ വരുന്ന മക്കളുടെ ദുഃഖങ്ങൾ എന്താണെന്ന് അമ്മയ്ക്ക് അറിയാൻ സാധിക്കും. അവർക്ക് ധനമുള്ളവരാണോ, കടം മേടിച്ചുകൊണ്ട് വരുന്നവരാണോ, എങ്ങനെ വരുന്നതാണെന്ന് ആ മക്കളെ കണ്ടാൽ അറിയാം. രണ്ടാമത് എൻ്റെ അച്ഛന്മാരെല്ലാം ജ്യോത്സ്യന്മാരും ഒക്കെ ആയിരുന്നു. അമ്മയുടെ സാധനകളും അവരുടെ പ്രവൃത്തികളും മനുഷ്യ സ്നേഹവും അടുത്ത വീട്ടിലെ കുട്ടപ്പൻ എന്ന ചെറുപ്പക്കാരനെ വല്ലാതെ ആകർഷിച്ചു. പതിയെ പതിയെ കുട്ടപ്പൻ ചന്ദ്രികയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് കാറും വണ്ടിയും വാഹനവും ഒന്നും ഇല്ലാത്ത കാലമാണ്. അവിടെ ചെന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ കുളിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുണ്ട് അങ്ങോട്ട് ചെല്ലാനും ആ വെള്ളത്തിൽ കൂടെ ഒരെണ്ണം വന്ന് എന്നെ ഞാൻ കടിച്ചു. ഈ വെള്ളത്തിൽ ഞാൻ വെള്ളത്തിൽ വീഴുന്നത് അവിടെ കള പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടിട്ട് ആ മോൻ അത് വിളിച്ചു പോയപ്പോൾ ഓടി വന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ ഇവരൊക്കെ അവരുടെ കുടുംബമാണ്. ഇവരെല്ലാം ഓടി വന്ന് ഇത് എടുത്തുകൊണ്ടാണ് പോകുന്നത്, അറിയത്തില്ലല്ലോ, വണ്ടിയും വാഹനവും ഇല്ല, ബന്ധുക്കളെല്ലാം ദൂരെയാണ്. അങ്ങനെ പോയി ഈ പാമ്പ് ഇങ്ങനെ കടിച്ച് വന്നപ്പോൾ ഓരോരുത്തർ വിവാഹാലോചനയ്ക്ക് വന്നപ്പം വീട്ടിലുള്ളവർ എന്നെ ഇങ്ങനെ പാമ്പ് കടിക്കുന്നത് എപ്പോഴാണ് ചത്തു പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ, അപ്പോൾ മോളെ എങ്ങും വിവാഹം കഴിച്ചയക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേ ഇദ്ദേഹമാണ് കൊണ്ടുപോവുകയും വരികയൊക്കെ. അങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി. സത്യത്തിന് ഉണ്ടായെങ്കിലും ഞാൻ വ്രതം എടുക്കുമ്പോൾ എനിക്ക് വ്രതം എടുപ്പെന്ന് പറയുന്ന വലുതാണ്. ഞായറാഴ്ച വ്രതം എല്ലാം വ്രതം എടുക്കും അമ്മ. ഈ വ്രതത്തിനെല്ലാം എൻ്റെ കൂടെ വരും. അന്നേരം അമ്മ പിന്നെ ദർശനത്തിൽ അങ്ങിരുന്ന് ഒരു 5-10 വർഷം ദർശനം നടത്തി. അവിടെ ഇവിടെ ഈ അമ്പലങ്ങളിലെല്ലാം ഞങ്ങൾ അന്നുകൂടാണ് പോകുന്നത് തൊഴാനൊക്കെ. അവിടെ പയനം പാർത്ത് അതുപോലെ അവിടുത്തെ ചാപ്പാടും കഴിച്ച് ഞാൻ വരുന്നത്. അപ്പോൾ അത് അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പള്ളിയിലും എല്ലാം പോകും. നാവൂരും പോവും, പളനിയിലും പോവും, അങ്ങനെ എല്ലാം പോവും. നാഗഭയമില്ലാതായെങ്കിലും 33 വയസ്സുവരെ ചന്ദ്രികയെ സർപ്പങ്ങൾ വേട്ടയാടി. ഇന്ന സമയത്ത് കടിക്കുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എത്ര പേര് നോക്കിയിരുന്നാലും എന്നെ വന്ന് കടിച്ചിട്ടുണ്ട്. കുഞ്ഞമ്മയുടെ മക്കളും ഞാനും എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് എന്നെ എങ്ങും വിടത്തില്ല. കരിയില കിടക്കുന്നിടത്തോ ഈ ഓല കിടക്കുന്നിടത്തോ എങ്ങും വിടത്തില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു കറുത്ത പാമ്പിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേളിൽ നിന്നൊരു അനക്കം പോലെ കേട്ടതുപോലെ അത് താഴെ വീണിട്ട് എന്നെ ഞാൻ കടിച്ചു. എനിക്ക് ഓടിയിട്ട് ഞാൻ ഇഴിച്ചിട്ട് അവിടെ തന്നെ വീണ് എന്നെ കടിച്ചു. കുട്ടിക്കാലത്തെ ആ പാമ്പടി എന്ന് പറയുന്നത് എന്നെ ഏറെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പഠനത്തെ ബാധിച്ചിട്ടുണ്ട്. അന്ന് നാട്ടുവൈദ്യന്മാരുള്ളൊരു കാലമായിരുന്നു. തൊട്ടടുത്തൊരു നാട്ടുവൈദ്യനുണ്ട്, അവിടെ പോവുക, വിഷം ഇറക്കുക, വരിക. അതങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര പേടിയും വിഷമവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അത് കുറേ നാളിങ്ങനെ മാസത്തിൽ, അതുപോലെ തന്നെ 2 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു 4 തവണ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഇതിങ്ങനെ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ആയിരിക്കും. ഞാൻ കുട്ടിയാണല്ലോ. ഇത് അങ്ങനെ വൈദ്യൻ്റെ അടുത്ത് പോയി ചികിത്സയായിട്ട് തിരിച്ചു വരിക. ഇപ്പോൾ ഈ ദർശനം തുടങ്ങിയിട്ട് 40 വർഷം കഴിഞ്ഞ്, ഈ 40 വർഷം കൊണ്ട് പിന്നെ കടിയില്ല. നാഗത്തിനെ എല്ലാവരും ഇരുത്തി കഴിഞ്ഞ് ഈ ദർശനം എപ്പോൾ തുടങ്ങിയ പിന്നെ എന്നെ കടിച്ചിട്ട്. പക്ഷേ വരും, പോകും, അവിടെയല്ല. ഒരു ഉത്സവം നടത്തുവാലും കയറി വരും. എൻ്റെ മക്കളെന്ന് പറഞ്ഞ 2 മക്കൾ എൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ടില്ല. കാരണം അവർ ഉണർന്നു നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് പായുമൊക്കെ ഉള്ള കാലമല്ലേ മോനെ, വലിയ മെത്തയൊക്കെ ആയി വന്നത്. ഈ പായും തലാണിയും പൊക്കി നോക്കിയാൽ എൻ്റെ കൂടെ കിടക്കും ഈ നാഗം. അങ്ങനെ നമ്മൾ രാത്രിയിലൊക്കെ ആ വീടിട്ടിട്ട് ഓടി അതിനപ്പുറത്ത് വീട്ടിൽ കണ്ണമ്പിളിലെന്ന് പറഞ്ഞ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്.
കുഞ്ഞുങ്ങളാണെങ്കിൽ 2.5 വയസ്സുള്ളപ്പോഴൊക്കെ അതിൻ്റെ കൂടെ കിടക്കത്തില്ല, അവർക്ക് ഭയപ്പാടാ. അമ്മയുടെ കൂടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ് മക്കൾ ഓടും. അതെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറയുന്നത് ഈ അമ്മയെ പാമ്പ് കടിക്കുമ്പോൾ നമ്മളെ കൂടെ കടിക്കുമോ എന്നുള്ള ഭയപ്പാടിൽ നമ്മൾ മാറി നിൽക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ വന്ന് എനിക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും എൻ്റെ നാഗത്തുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. നാഗഭയം ദേവീ പൂജയിലേക്കും പിന്നീട് സന്യാസ ജീവിതത്തിലേക്കും എത്തിച്ചെങ്കിലും ഒരമ്മയുടെ കടമകൾ നിറവേറ്റാൻ ചന്ദ്രിക മറന്നില്ല. തുടർച്ചയായുള്ള ദേവീ ഭജനം ദേവിയെ ചന്ദ്രികയിലേക്ക് അടുപ്പിച്ചു. തുടർന്ന് ചില സിദ്ധിവൈഭവങ്ങളും ചന്ദ്രികയ്ക്ക് അനുഗ്രഹമായി ലഭിച്ചു. ആത്മീയ ചിന്തകൾ ശക്തമായതോടെ ഗൃഹസ്ഥ ജീവിതം സന്യാസ ജീവിതത്തിലേക്ക് വഴിമാറി. ചന്ദ്രിക ശ്രീ ബ്രഹ്മാനന്ദമയിയായി. എനിക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും എൻ്റെ നാഗത്തുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. നാഗഭയം ദേവീ പൂജയിലേക്കും പിന്നീട് സന്യാസ ജീവിതത്തിലേക്കും എത്തിച്ചെങ്കിലും ഒരമ്മയുടെ കടമകൾ നിറവേറ്റാൻ ചന്ദ്രിക മറന്നില്ല. തുടർച്ചയായുള്ള ദേവീ ഭജനം ദേവിയെ ചന്ദ്രികയിലേക്ക് അടുപ്പിച്ചു. തുടർന്ന് ചില സിദ്ധിവൈഭവങ്ങളും ചന്ദ്രികയ്ക്ക് അനുഗ്രഹമായി ലഭിച്ചു. ആത്മീയ ചിന്തകൾ ശക്തമായതോടെ ഗൃഹസ്ഥ ജീവിതം സന്യാസ ജീവിതത്തിലേക്ക് വഴിമാറി. ചന്ദ്രിക ശ്രീ ബ്രഹ്മാനന്ദമയിയായി. അമ്മ ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ടാണ് ഈശ്വരനെ അന്വേഷിച്ചത്. അമ്മ തപസ്വിയായി മാറി. കാരണം 22 തവണ നാഗദംശനമേറ്റയാളാണ് അമ്മ. 7 വയസ്സിൽ ആരംഭിച്ച് 33 വയസ്സുവരെ ഇത് നീണ്ടു നിന്നു. ഇത് സംഭവിച്ചപ്പോഴെല്ലാം ഒരുപാട് പ്രിക്കോഷൻ എടുത്തെങ്കിലും അതിലൊന്നും സക്സസ് ആയില്ല. പക്ഷേ ആൾക്കാർ ഓടിക്കൂടി അമ്മയെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ആശുപത്രി കൊണ്ടുപോവുക, വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോവുക, ഇതൊക്കെ സംഭവിച്ചപ്പോൾ അമ്മ പാമ്പ് ഭയം, മരണഭയം ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായി ഉള്ളിലുണ്ടായിത്തീരുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് അമ്മ 7 വയസ്സ് മുതൽ കാളിയെ ആരാധനാമൂർത്തിയാക്കി അവരുടെ നാമസങ്കീർത്തനങ്ങൾ, സുബ്രഹ്മണ്യൻ ഇങ്ങനെയൊക്കെയുള്ള നാമസങ്കീർത്തനങ്ങളിൽ 24 മണിക്കൂർ മുഴുകിയിരിക്കുന്ന ഒരവസ്ഥ വന്നു. മരണഭയം ഉണ്ടായി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മ ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് വന്നു. അങ്ങനെ ഉണ്ടായ ആധ്യാത്മിക ആവേശം ആ പിൽക്കാലത്ത് സന്യാസ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരാൻ ഇടയായത്. ഇത് പിന്നീട് സിദ്ധിയുടെ പരിവേഷത്തിലേക്ക് കടന്നു വരികയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അഭിമാനമായിരുന്നു. ഓരോ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത്. നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതിനെല്ലാം പരിഹാരം കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടാണ് കൊണ്ടിരിക്കുക. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വരുന്നവർ നമ്മുടെ മുഖത്ത് തന്നെ നോക്കി അമ്മ എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നീണ്ട ഒരു നിരയുണ്ടായിരുന്നു അവിടെ. എന്നുവെച്ചാൽ സമയം എത്ര ആയാലും ശരി തന്നെ അമ്മയെ കാണാതെ അവർ പോകുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. അവിടെ തന്നെ കുത്തിയിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അവർ വരുന്നവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുമായിരുന്നു. അവിടെ ക്ഷേത്രത്തിലുണ്ടാക്കുന്ന കഞ്ഞി അല്ലെ ഉള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് നേറിയ മനസ്സോട് വരുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അതിന് പരിഹാരം കാണുമെന്ന് നമ്മൾ ഓരോരുത്തർക്കും 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലും ഒരു പിന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാനിരിക്കുന്നിടത്ത് തീർച്ചയായിട്ടും നമ്മൾ തണലുള്ളിടത്തില്ലേ നമ്മൾ ഇരിക്കത്തുള്ളൂ. അമ്മയ്ക്ക് പ്രശസ്തയാകണമെന്ന് ചിന്തിച്ചിരുന്നില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്ത മാത്രമേ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം തുടർച്ചയായി പാമ്പ് കടിക്കുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് അമ്മ മോചിതയാകണം എന്നുള്ള ഒറ്റ അപേക്ഷ മാത്രമേ ദൈവത്തിൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് അമ്മയ്ക്ക് ഇതിനുള്ള സാധ്യതയുണ്ടല്ലോ. എല്ലാ ആശ്രമങ്ങളും മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്മയ്ക്ക് എന്തുകൊണ്ട് വന്നുകൂടാന്നൊരു ചോദ്യം ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്നും അഭ്യുതകാംക്ഷികളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നു. അങ്ങനെയാണ് ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു. അത് FCRA അംഗീകാരം നേടിയെടുത്തു, 12A നേടിയെടുത്തു, ATG ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് 2ാം തവണ വന്നപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. അത് നല്ല രാജ്യതാല്പര്യം മുൻനിർത്തിയാണെന്ന് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതെല്ലാം ഇപ്പോൾ ക്യാൻസലായിരിക്കുക. ഇനി ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുത്ത് എടുത്തെങ്കിലേ അത് സാധിക്കാൻ ഒക്കുകയുള്ളൂ. ആരെങ്കിലും ഫണ്ടൊക്കെ തന്ന് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അങ്ങനെ പറ്റൂ. ഒരേ സമയം പത്നിയും ഗൃഹസ്ഥയും സന്യാസിനിയുമായി ജീവിതം നയിച്ച മാതാ ബ്രഹ്മാനന്ദമയി ദേവി ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും നിത്യസൗന്ദര്യമാണ്. ഞാൻ കാളിയാണ് എനിക്കിഷ്ടം. മുരുകനെയും കാളി അതിപ്പോഴും എപ്പോഴും ഞാൻ വിളിക്കുന്നിടത്തുണ്ട്. ആശ്രമത്തിൽ വന്ന് വിളിക്കുന്ന എല്ലാ മക്കളോടും മോനെ ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നാൽ അവർ പറഞ്ഞു തരും. അവർ വിളിക്കുന്നിടത്ത് കാണും. അമ്മയോട് അങ്ങോട്ടൊന്നും ചോദിക്കണ്ട. നമ്മളവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എനിക്ക് നന്നു പോലുള്ള അങ്ങ് പറയുക. ഇഷ്ട
ഇഷ്ടദേവതയോടുള്ള നിഷ്കാമ ഭക്തി അമ്മയെ ആത്മസാക്ഷാത്കാരത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ചു. 22 സർപ്പദംശനങ്ങൾ 33 വയസ്സുവരെ ബ്രഹ്മാനന്ദമയിയുടെ ജീവിതത്തിൽ ഇരുൾ പരത്തിയെങ്കിൽ ഇന്ന് ഇവർ പ്രകാശമായി മാറുകയാണ്. ജീവിതയാത്രയിൽ ഇരുൾ വീണ അനേകം പേർക്ക് അവർ തപസ് ചെയ്ത് ആത്മസായുജ്യത്തിലെത്തി എന്നുള്ള അവസ്ഥ അവരനുഭവിച്ചിറങ്ങുന്നതാണ്. അതനുസരിച്ച് ആ ഭക്തന്മാരെ അവർ അനുഗ്രഹിക്കാൻ കഴിയുന്നത്. ദൈവസഹായം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്നിനെ ആഗ്രഹിച്ചല്ല മോനെ ദൈവത്തെ വിളിച്ചത്. ഇന്ന് വള്ളികുന്നത്തെ ആശ്രമത്തിൽ തൻ്റെ ജന്മോദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ശ്രീ ബ്രഹ്മാനന്ദമയി സാന്ത്വനം തേടിയെത്തുന്നവരുടെ അമ്മയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും അയാളിപ്പോൾ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ആധ്യാത്മിക നടപടികളിലൂടെ അതിന് പരിഹാരം കൊണ്ടുവന്ന് ആധ്യാത്മികയിലൂടെ പരിഹാരം കാണാനാണ് അമ്മ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ഒരു സ്വാന്തനം അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്വാന്തനത്തിൽ ആയിട്ട് ആ അമ്മയുടെ അടുത്ത് ഒരു കാലത്ത് ഡെയിലി 1000 പേര് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഒരു കാലത്ത് 25 വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. അമ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. സ്വന്തമായിട്ടെന്ന് പറയുന്നത് സ്വന്തം നമ്മുടെ പ്രവൃത്തി, സ്നേഹം, ദയ, കരുണ, അരിശം, അത് കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല. ആണോ? ഇത് രണ്ടും നമ്മളിൽ തന്നെയുള്ളതാണ്. അപ്പം സ്നേഹം കൊണ്ട് എന്ത് നേടിയെടുക്കാം, അരിശം കൊണ്ടെല്ലാം തകർത്ത് കളയാം. നമ്മൾ ഇന്ന് വരെ നെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം ഒറ്റ സെക്കൻഡ് കൊണ്ട് മക്കൾക്ക് ഇല്ലാതാക്കാം. അത് ആരിശം മരയരുത്. നിമിഷം ക്ഷമ, ഒരാട്ടും സൂപ്പ് കുടിക്കുന്ന ബലമാണ്. ചില സ്ഥാനത്ത് മക്കളൊന്ന് തോറ്റാട്ടെ, അവിടെ എല്ലാവരും മക്കൾക്ക് സഹായത്തിന് കാണും. അവിടെ നമ്മൾ ജയിക്കാൻ ചെന്നാൽ നമുക്ക് പിന്നെ ആരും ഇല്ലാതെ വരും.